അപ്പം ഞാൻ നിൽക്കുന്ന അജിത്തൻ്റെ കടയിലാണ്. അജിത്തൻ്റെ മോര് കട. നമസ്കാരം. വാർത്തകൾ മാത്രം പോരല്ലോ, വാർത്ത എടുക്കുമ്പോൾ ദാഹിക്കും അല്ലേ? നിങ്ങൾക്കും വാർത്ത കാണുമ്പോൾ ദാഹിക്കും. അപ്പോൾ ദാഹം മാറ്റാൻ നമുക്ക് ചൂട് സമയമാണ്, നല്ല മോര് കുടിക്കാം. ഏകദേശം 17 ഐറ്റം ദാഹജലം കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മുടെ കടകളിൽ തന്നെയാണ്. ആർക്കും അത്ര അറിയത്തില്ല എന്ന് തോന്നുന്നു, അറിഞ്ഞവർക്ക് അറിയാം. എങ്കിലും നമുക്ക് ആ കടയിലേക്ക് പോകാം. അപ്പം ഞാൻ നിൽക്കുന്ന അജിത്തൻ്റെ കടയിലാണ്. അജിത്തൻ്റെ മോര് കട. മോര് കട എന്ന് പറയുമ്പോൾ മോരിൻ്റെ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ പൊടിക്കൈയൊക്കെ ഉണ്ടെന്നാണ് അയിത്തണം പറയുന്നത്. നമുക്ക് അറിയത്തില്ല. അയിത്തൻ്റെ കടയിൽ മോര് കുടിക്കാം, മോര് കാണാം, പരിചയപ്പെടാം. 17 ഐറ്റം വെള്ളം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. കരിക്ക് ഉൾപ്പെടെ 17 ഐറ്റം വെള്ളം. അപ്പോൾ എന്താണെന്നുള്ളത് ചൂടത്ത് ദാഹം മാറ്റാൻ കാഞ്ഞിരത്ത് മൂട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ദാഹം മാറ്റാം. അപ്പോൾ നമുക്ക് കടയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. കാര്യം നമ്മുടെ പഴയ കാലത്തുള്ള അച്ചാറുകൾ, പഴയ കാലത്തുള്ള മുട്ടായികൾ, പഴയ കാലത്തുള്ള പുളിമുട്ടായി, അതുപോലെ നാരങ്ങ അച്ചാർ, അത് പഴയ കാലത്ത് നമുക്ക് കിട്ടുന്ന ഉരൽ മുട്ടായി ഒക്കെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഉരൽ മുട്ടായി എല്ലാ ഐറ്റം അയിത്തൻ്റെ കടയിലുണ്ട്. അയിത്തൻ്റെ കടയിലില്ലാത്ത ഒരു വിഭവമില്ല. നമുക്ക് മോര് കടിച്ച് നല്ലപോലെ നമ്മൾ എരിയുമ്പോണ്ടല്ലോ, നമുക്ക് ഇന്ന് കിട്ടുന്ന മുട്ടായിയൊക്കെ എടുത്ത് തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതോടുകൂടി നമ്മൾ എരിവെല്ലാം പോകുന്നതാണ് അയിത്തനം പറയുന്നത്. തീർച്ചയായും എനിക്കറിയത്തില്ല എന്താണ്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ചായ 10 രൂപ, ചായ 10 രൂപ, നാരങ്ങ വെള്ളം, അങ്ങനെ 16 ഐറ്റം കരിക്കും ചേർത്ത് 16 ഐറ്റം വെള്ളം ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അയിത്തന്നെ കാണാം. അയിത്തന്നെ കാണാതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. അയിത്തണ്ണ ഇതൊക്കെ ഉണ്ട് ഇവിടെ. സ്പെഷ്യൽ എന്താണെന്നാണ് നമ്മൾ മോരിന് പൊടിക്കൈയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ പൊടിക്കൈ ഒന്ന് കാണാം. ഒരുപാട് പേര് വരാറുണ്ട് അല്ലേ? 10-15 കൊല്ലമായി ഇത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും കുടമോരൊക്കെ എങ്ങനെ റേറ്റ് വരും നമുക്ക് ഇവിടെ? കുടമോര 20 രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പാലിന് വില കൂടിയപ്പോ പാലിന് വില കൂടിയോണ്ട് 20 രൂപ മാറ്റിയാണ്. 10 രൂപ കൂടെ കൂട്ടിയിട്ട് 10 രൂപ കൂടി. അപ്പൊ 30 രൂപയാണ് കൂടെ. ദാഹം പറഞ്ഞ 30 രൂപയാണ്. ഗ്ലാസ് മോരുണ്ട്. ഗ്ലാസ് മോരുണ്ട് 20 രൂപ. ഗ്ലാസ് മോര് 20 രൂപ, കുടമോര് 30 രൂപ. അപ്പൊ ഡെയിലി എത്ര രൂപ ചെലവുണ്ട്? ഡെയിലി എങ്ങനെ വരുമാനമാണോ? വരുമാനം ഒരു മോര് വിറ്റുള്ള വരുമാനം. മോര് വിറ്റുള്ള വരുമാനം എന്ന് പറയുന്നത് വെയിലുള്ള സമയത്ത് ജീവിക്കാനുള്ളത് കിട്ടുന്നു. ജീവിക്കാനുള്ളത് കിട്ടുന്നു. അതിന് പുറമെ കിട്ടിയാലും സന്തോഷം. അതാണ് അയിത്തനം പറയണത്. അപ്പൊ അയിത്തനം പറയണ ഒരു കാര്യമുണ്ട്, ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. പക്ഷെ ഇനി അതിൽ കൂടി കിട്ടിയാലും സന്തോഷം. അതാണ് അയിത്തന്റെ മനസ്സ്. അയിത്തന്നെ കൊടുക്കുന്ന അയിത്തന്റെ മനസ്സ് പോലെയാണ് അയിത്തന്റെ മോരും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും അയിത്തന്റെ പൊടിക്കൈ ചേർത്ത മോര് കാണും. എടുക്കണം കേട്ടോ. ഇപ്പൊ മോരൊഴിച്ചു. അതെ അതെ. പിന്നെ 5 കൂട്ടം ഐറ്റമാണ്. 5 കൂട്ടം ഐറ്റം. അതിൽ നമുക്ക് 2 കൂട്ടേ പറഞ്ഞു തരൂ. അല്ല, എല്ലാ ഐറ്റം പറയാൻ പറ്റില്ലല്ലോ. എല്ലാ ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളുകൾ ഇതേപോലെ നമ്മൾ ചെയ്യുന്നത് പോലെ അതിനെ പിന്തുടരാൻ ശ്രമിക്കും. അതുകൊണ്ട് നമുക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. മാങ്ങയൊക്കെ ഉണ്ടല്ലേ? മാങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങയൊക്കെ ഉണ്ട്. നാടൻ മാങ്ങയാണ്. നാട്ടുമാങ്ങയാണ്. നാടൻ ഐറ്റങ്ങളാണ്. എല്ലാം നാടൻ ഐറ്റം മാത്രമേ ഉള്ളൂ. എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടയ്ക്കും? രാവിലെ 10 മണിയായിട്ടാണ് തുറക്കുന്നത്. 10 മണി മുതൽ ഇവിടെ ആർക്കും വന്നാലും 9 മണി വരെ 10 മണിക്ക് ആർക്കും വന്നാലും വെള്ളം കുടിക്കാം. 10 മണി മുതൽ അല്ലേ? അതെ അതെ. പൊടിക്കൈ എന്താണെന്ന് കാണിച്ചില്ല. പൊടിക്കൈ ഇട്ടത് അറിഞ്ഞില്ല. അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. പറഞ്ഞു തന്നാൽ അത് നമ്മൾ ഇതാണ് ബിസിനസിനെ ബാധിക്കും. 10-35 കൊല്ലമായിട്ട് ഇതേ ഐറ്റം തന്നെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ലതുപോലെ കലകേടായിട്ടാണ്. ഇപ്പൊ കലക്കിയ മോരിപ്പോ വരും. സോഡയിൽ വേണമെങ്കിൽ ഒഴിക്കാം. പച്ചവെള്ളം, തണുത്ത പച്ചവെള്ളം. കുടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാം. കുടിച്ചു നോക്കും. അപ്പം ഐറ്റം റെഡിയാക്കി തന്ന മോരാണ്. പൊടിക്കൈയൊക്കെ ചേർത്ത് ഏകദേശം 4 ഐറ്റം 5 ഐറ്റവും പൊടിക്കൈയും ചേർത്ത് ഇട്ട മോരെന്നാണ് പറയുന്നത്. ഈ ചൂടത്ത് നമ്മൾ ഇങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ ആലന്ന് തിരിഞ്ഞ് വിയർത്ത് ഒലിച്ച് വരുമ്പോൾ കാഞ്ഞിരത്ത് മൂട് ഈ കട കാണാനൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ട്. കാഞ്ഞിരത്ത് മൂട് ജംഗ്ഷൻ കഴിഞ്ഞ് ഓട്ടോ സ്റ്റാൻഡ് തൊട്ട് ബാക്കിലായിട്ടാണ് അജിത്തൻ്റെ മോര് കട. തീർച്ചയായും നല്ല മോരാണ്. ഞാൻ കുടിച്ചില്ല, പക്ഷേ നാട്ടുകാർ പറഞ്ഞ അഭിപ്രായമാണ്. എങ്കിലും ഞാൻ പറയണമല്ലോ അഭിപ്രായം. അസാധ്യം മോര്. പക്ഷേ ഒരു പ്രശ്നമുണ്ടോ? എരിന് നമ്മൾ നല്ലപോലെ എരി. പക്ഷെ അത് എരിവ് കുറയ്ക്കാറുണ്ടെന്ന്. ഞാൻ എരിവ് കൂട്ടി ഇടാൻ പറഞ്ഞതുകൊണ്ടാണ് അന്ന് എരിവ് കൂട്ടിയത്. തീർച്ചയായും വരിക, കാണുക, അജിത്തന്നെ പ്രോത്സാഹിപ്പിക്കുക.